بسم الله الرحمن الرحيم ألم يعن للذين آمنوا أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ, ഉത്തരവാദിത്വത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും ഈ പരിശുദ്ധ റമളാനിൻ്റെ അവസാന ദിനരാത്രങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് നന്മകളിൽ നിരതരാകാൻ ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിക്കുന്ന നാം ഏവരെയും അള്ളാഹുവിൻ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അവസാനത്തെ 10 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ റമളാനിൽ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ദാനധർമ്മങ്ങളും നമ്മുടെ രഹസ്യമായ എല്ലാ സദഖകളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു ആരോഗ്യവാനായ മനുഷ്യൻ ഏതോ ഒരു വിശേഷത്തിന് പങ്കെടുത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അയാളുടെ വയറ് അസ്വസ്ഥമായി കേടായി. 2-3 ദിവസം കഴിഞ്ഞിട്ടും വേദനയ്ക്കും ശമനത്തിനും ഒരു കുറവില്ലാത്തതുകൊണ്ട് വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ ഉദരസംബന്ധമായ ചെക്കപ്പുകളൊക്കെ നടത്തിയിട്ടും 10-18 ദിവസം കഴിഞ്ഞിട്ടും അയാളുടെ രോഗത്തിനും അയാളുടെ വേദനകൾക്കും ഒരു ശമനവും കാണുന്നില്ലെങ്കിൽ ആ രോഗിയിലുണ്ടാകുന്ന വേദനയും നിരാശയും പ്രയാസവും എത്രമാത്രമായിരിക്കും. ഞാൻ ഓർമ്മിപ്പിച്ചു വന്നത് പരിശുദ്ധ റമളാൻ 17 ദിനരാത്രങ്ങൾ കഴിഞ്ഞ് 18ാമത്തെ ദിവസത്തിലേക്കാണ്. ഈ പരിശുദ്ധ റമളാനിൻ്റെ അകക്കാമ്പായ നമ്മുടെ ശുദ്ധീകരണം, നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം, നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ എത്രത്തോളം സൂക്ഷ്മതയിലേക്ക് വന്നു. പൈശാചിക വികാര വിചാരങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും പൊട്ടിത്തെറിയുമൊക്കെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഭാര്യയോടും മക്കളോടും വൈകാരികമായി ശബ്ദമുണ്ടാക്കി ബഹളമയം സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ മാറി. ഒരു പക്വതയിലേക്ക് എനിക്കെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്
നമ്മുടെ ഹൃദയത്തിലേക്ക് കരങ്ങൾ വെച്ചുകൊണ്ട് നാം നമ്മോട് ചോദിക്കേണ്ടത്. കാരണം ഈ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് വെറും ഒരു പട്ടിണി മാത്രമല്ല പ്രിയമുള്ളവരെ. അസ്സൗമു ലീ വ അനാ അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അവന് പ്രതിഫലം നൽകുന്നത്. മറ്റു തര കർമ്മങ്ങളെക്കുറിച്ചൊന്നും പറയാതെ നോമ്പിനെ കുറിച്ച് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം, ഒരാളുടെ നമസ്കാരം നമുക്ക് കാണാൻ കഴിയും, ഒരാളുടെ സക്കാത്ത് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു ഹാജി അള്ളാഹുവിൻ്റെ വീടിനെ ലക്ഷ്യം വെച്ച് ഹജ്ജിലേക്ക് പോകുമ്പോൾ അത് കാണാൻ കഴിയും. ഈ ചുട്ടുപൊള്ളുന്ന പകലിലും അള്ളാഹുവിന് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയും സൃഷ്ടാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ് ഈ നോമ്പിലൂടെ, ആത്മീയ അനുഭൂതിയിലൂടെ നാം കൈവരിക്കുന്നത്. ഈ ശുദ്ധീകരണം എത്രത്തോളം നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞു? ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു ചോദിക്കുന്നത്, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. അലം യഅനി ലില്ലദീന ആമനൂ, ഹോ വിശ്വാസികളെ, ഓ മുഅ്മിനുകളെ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റിൽ, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിൽ കീഴൊതുങ്ങാൻ, അവന് കീഴൊതുങ്ങി ജീവിക്കാൻ ഇനിയും സമയമായില്ലയോ? വമാ നസല മിനൽ ഹഖ്, അവൻ അവതരിപ്പിച്ച സത്യത്തിലേക്ക്. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ വേദക്കാരെ പോലെ ആകാതിരിക്കുവാനും അള്ളാഹുവിന് കീഴൊതുങ്ങി റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക് മടങ്ങാൻ നിങ്ങൾക്ക് റമദാൻ 18 ഇത്രത്തോളം റമദാനിൻ്റെ അവസാനത്തെ 10ലേക്ക് നീങ്ങുന്ന ഈ സമയത്തും നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? എന്നിട്ട് വീണ്ടും അള്ളാഹു ചോദിക്കുന്നത്, ഫത്വാല അലൈഹിമുൽ അമദു, ആ വേദക്കാരുണ്ടല്ലോ, കാലം മുൻപോട്ട് ദീർഘിച്ചു പോയപ്പോൾ, അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ധന്യതകളും കൈവന്നപ്പോൾ, ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുപ്പമായി പോയി, അവരുടെ ഹൃദയം കടുത്തുപോയി. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ നിന്ന് അധികം ആൾക്കാരും ദുർമാർഗികളാണ്. പരിശുദ്ധ റമദാനാണ് പ്രിയമുള്ളവരെ. ക്ഷീണവും ശാരീരികമായ വളരെ തളർച്ചയുമൊക്കെ ഉണ്ടാകും. പ്രായാധിക്യത്തിൻ്റെ അവശതകളില്ലാത്ത സഹോദരന്മാർ നമ്മൾ ഖുതുബയിൽ നേരെ ഇരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഉറങ്ങിപ്പോകുന്ന സഹോദരന്മാർ ഈ ഖുതുബ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൻ്റെ അകക്കാമ്പ് എന്ന് പറയുന്നത്, അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുത്തുപോയി. ഏറ്റവും വലിയ തെറ്റായി അല്ലാഹു പറഞ്ഞത്, പൈശാചികമായി പറഞ്ഞത്, അവരുടെ ഹൃദയം കടുത്തുപോയി. ഹൃദയം വിശാലമാകേണ്ടതിനു പകരം, ഹൃദയം വളരെ സൗമ്യതയിലേക്കാകേണ്ടതിനു പകരം ഹൃദയം കുടുസായി പോയി, ഹൃദയം കടുത്തുപോയി. നാം പരസ്പരം ചേർന്ന് നമസ്കരിക്കുമ്പോഴും, സഫിൽ വിടവില്ലാതെ ഒരൊറ്റ ശരീരം പോലെ ചേർന്ന് നമസ്കരിക്കുമ്പോഴും നമ്മുടെ ഹൃദയങ്ങൾ ഒന്നാകുന്നുണ്ടോ? നാം പരസ്പരം പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാകുന്നുണ്ടോ? നാം നമ്മോട് ചോദിക്കുക, പ്രിയമുള്ളവരെ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പകയും അസൂയയും വൈരാഗ്യവും മാറി എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന, പലതും മറക്കാനും പലതും പൊറുക്കാനുമുള്ള വിശാലമായ ഹൃദയ വിശാലതയിലേക്ക് നമുക്കെത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഈ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10ലേക്ക് നീങ്ങുമ്പോൾ നാം നമ്മളോട് ചോദിക്കണം. മഹാനായ മൂസാ അലൈഹിസ്സലാം എന്ന പ്രവാചകനായ അള്ളാഹു പ്രവാചകത്വം നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചപ്പോൾ മൂസാ അലൈഹിസ്സലാം ഒന്നാമതായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, റബ്ബിശ്റഹ് ലീ സദ്രി, അള്ളാഹുവേ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തരണേ പടച്ചവനെ,
എൻ്റെ ഹൃദയത്തെ നീ കുടുസാക്കരുത്, എൻ്റെ ഹൃദയത്തെ ഇടുങ്ങിയ മനസ്സിന്റെ ഉടമയാക്കരുത്. റബ്ബിശ്റഹ് ലീ സ്വദ്രി, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കണമേ. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞത് വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബ്, നബിയെ അങ്ങ് കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നുവെങ്കിൽ താങ്കളുടെ കയ്യിലിരിക്കുന്ന ഈ വേദഗ്രന്ഥമുണ്ടല്ലോ, ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, എത്ര മൂല്യവത്താണെങ്കിലും ശരി, താങ്കൾ കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നുവെങ്കിൽ വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റുഭാഗത്തു നിന്നും താങ്കളെ, അതായത് മധുര പലഹാരങ്ങൾക്ക് പിന്നിൽ ഈച്ച പൊതിയുന്നത് പോലെ ഈ അനുയായി വൃദ്ധം താങ്കളെ അനുഗമിക്കുന്നത് താങ്കളുടെ ഉദാരത കൊണ്ടാണ്, താങ്കളുടെ വിശാല മനസ്കത കൊണ്ടാണ്, ചേർത്തുപിടിക്കാനുള്ള മനസ്കത കൊണ്ടാണ്. താങ്കൾ കഠിന ഹൃദയനും പരുഷ സ്വഭാവിയുമായിരുന്നുവെങ്കിൽ ഈ അനുയായി വൃന്ദം താങ്കളെ വിട്ടു പോകുമായിരുന്നു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയ വിശാലത ഉൾക്കൊണ്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അലം നശ്റഹ് ലക സദ്റക്, നബിയെ താങ്കളുടെ ഹൃദയം താങ്കൾക്ക് നാം വിശാലമാക്കി തന്നില്ലയോ? ആ വിശാലതയാണ് പ്രിയമുള്ളവരെ നമുക്കൊക്കെയും വേണ്ടത്. അവിടെ മലപ്പുറത്തെ കാളികാവിൽ ഒരു മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യനാണ്. നാം ആലോചിച്ചു നോക്കുക, നമ്മുടെ മോള്, നമ്മുടെ മകൻ ഈ അവധി ദിവസവും അള്ളാഹുവിൻ്റെ മസ്ജിദിൽ നാം അവരെ ചേർത്തു പിടിച്ചു കൊണ്ടുവന്നു. 2.5 വയസ്സുള്ള ആ പൊന്നുമകളെ ഒരു മുസ്ലിം നാമധാരിയായ മനുഷ്യൻ കഴുത്തു ഞെരിച്ച് കൊല്ലുമ്പോഴും അത് വാർത്തകൾക്കിടയിൽ വാർത്താ പ്രാധാന്യത്തോടുകൂടി ഈ വിശ്വാസി സമൂഹത്തിനെതിരെ മുദ്ര ചാർത്തുമ്പോഴും വിശ്വാസികളെ നാം ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ നാം മുവഹിദുകളാണ്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ എൻ്റെ ഹൃദയം കടുപ്പമായി പോയോ? പൊറുക്കാനുള്ളൊരു മനസ്സില്ലാത്ത വ്യക്തിയാണോ? വിട്ടുവീഴ്ച ചെയ്യാൻ, വിശാല മനസ്കത കാണിക്കാൻ, ഔദാര്യം കാണിക്കാൻ ഒരു മനസ്സില്ലാത്ത വ്യക്തിയാണോ ഞാൻ എന്ന് നാം ചിന്തിക്കണം പ്രിയമുള്ളവരെ. 2010 ഒരു ഹജ്ജിന് പോകുന്ന ഒരു ഹാജി അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ്. ജിദ്ദ എയർപോർട്ടിൽ ഞാൻ ഹജ്ജിന് വേണ്ടി ചെന്നിറങ്ങി, ഹജ്ജ് ടെർമിനലിൽ ഇറങ്ങി. അവിടെ നിന്ന് ബസ്സിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക്, ഹോട്ടലിലേക്ക് ഞാൻ വരുന്നു. നല്ല ക്ഷീണമുണ്ട്. ഹാജിമാർക്കെല്ലാം ഒരേ ബാഗാണ്. എൻ്റെ ബാഗിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് വിശപ്പ് കൊണ്ട് ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തു. ഞാനത് പൊട്ടിച്ച് ഞാനത് കഴിക്കാൻ ആരംഭിച്ചു. എൻ്റെ സീറ്റിനടുത്തിരുന്ന, തൊട്ടടുത്തിരുന്ന സഹോദരൻ എന്നോട് ചോദിക്കാതെ എൻ്റെ ബിസ്ക്കറ്റ് പോക്കറ്റിൽ നിന്ന് വീണ്ടും അയാളെടുത്ത് ബിസ്ക്കറ്റ് കഴിച്ചു. വീണ്ടും അയാളതെടുത്ത് കഴിക്കുകയും അവസാനം ആ പാക്കറ്റ് അദ്ദേഹം തന്നെ വാങ്ങിയിട്ട് പൊട്ടിച്ച് പകുതി എനിക്ക് തന്നു. അപ്പോഴും ഞാൻ എൻ്റെ മനസ്സ് ചിന്തിക്കുകയാണ്, എന്ത് മോശമാണ്. ഹജ്ജിന് വന്നിട്ട് പോലും ഒന്ന് ചോദിക്കാനും പോലും തയ്യാറാകാതെ എൻ്റെ മനസ്സ് വല്ലാതെ ഒരു ചൊറിച്ചിൽ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ മക്കയിലെ ഹോട്ടലിൻ്റെ മുന്നിൽ എൻ്റെ ബസ് കൊണ്ട് നിർത്തിയപ്പോൾ അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്, എൻ്റെ അടുത്തിരുന്ന സഹോദരൻ്റെ ബാഗിൽ നിന്നാണ്, ആ സ്വന്തം അടുത്തിരുന്ന സഹോദരൻ്റെ ബാഗിൽ നിന്നാണ് ഞാൻ ആ ബിസ്ക്കറ്റ് എടുത്തതും ആ വെള്ളമെടുത്ത് കുടിച്ചതും. എന്നിട്ടും ആ സഹോദരൻ ഒരു പരിഭവവും പറഞ്ഞില്ല. ഹറമിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്നതിനു മുമ്പ് എൻ്റെ ഓടൊപ്പം ഉണ്ടായിരുന്ന 106 ഹാജിമാരിൽ നിന്ന് വ്യത്യസ്തനാണ്. എൻ്റെ ഹൃദയം കടുപ്പമായി പോയി, എൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോയി. ഞാൻ ആ ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചത് റബ്ബിശ്റഹ് ലീ സ്വദ്രി, എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തരണേ റബ്ബേ. ഈ പുണ്യമായ മണ്ണിലേക്ക് വന്നിട്ടും എൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നല്ലോ. ഈ പുണ്യമായ പരിശുദ്ധ റമദാനിലേക്ക് എത്തപ്പെട്ടിട്ടും നമ്മളുടെ ഹൃദയങ്ങൾ ഇടുങ്ങിപ്പോകുന്നുണ്ടോ എന്ന്, നമ്മുടെ ഹൃദയങ്ങൾ കടുത്തു പോകുന്നുണ്ടോ എന്ന് നാം നമ്മോട് ചോദിക്കണം പ്രിയമുള്ളവരെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ, അള്ളാഹുവിൻ്റെ റസൂൽ നിർമ്മിച്ച ആ മസ്ജിദുൻ നബവിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ അനുചരന്മാർക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ വിളിച്ചു പറയുകയാണ്, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വഹാബത്തെ,
ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ, ഇപ്പോൾ നമ്മളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരും. എന്താണ് അയാളുടെ പ്രത്യേകത? റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗവാസിയാണ് സ്വഹാബത്തെ എന്ന് റസൂല് തന്റെ അനുചരന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു. വമാ യന്തിഖു അനിൽ ഹവാ, സ്വന്തം ഇച്ഛയ്ക്കും സ്വന്തം ഇഷ്ടത്തിനൊത്തും സംസാരിക്കാത്ത ആ പ്രവാചകൻ, വഹിയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന പ്രവാചകൻ തന്റെ അനുചരന്മാരോട് 3-4 ദിവസം കഴിയുമ്പോഴും വീണ്ടും പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു, അല്ലയോ സ്വഹാബത്തെ, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ, നമ്മളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്. എന്താണെന്നറിയുമോ? റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗവാസിയാണ്. സ്വഹാബികൾ ആ മനുഷ്യനെ കാതോർത്തു. അദ്ദേഹം വുളൂ ചെയ്ത് അദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിരിക്കുമ്പോ റസൂലിന്റെ സ്വഹാബികൾ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ മനുഷ്യനെ കുറിച്ചാണ്, ഈ മദീനയിലെ സാധാരണക്കാരനായ കർഷകനായ ഈ അൻസ്വാരിയെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് സ്വർഗവാസിയാണെന്ന് പറഞ്ഞത്. 2-3 ആഴ്ച കഴിഞ്ഞിട്ട് മൂന്നാമതും പ്രവാചകൻ ആവർത്തിച്ചു, സ്വഹാബത്തെ, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വഹാബത്തെ, നമ്മുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട്, അയാൾ സ്വർഗവാസിയാണ്. ആ പ്രവാചകന്റെ നാവ് കൊണ്ട് പറയുകയാണ് ആ മനുഷ്യൻ സ്വർഗവാസിയാണ് എന്ന്. സ്വഹാബികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോ 2 പ്രാവശ്യവും പറഞ്ഞ് മൂന്നാമതും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്നെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ഇവിടെ ഇരിക്കുന്ന മറ്റുള്ളവരെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. 3 പ്രാവശ്യവും അല്ലാഹുവിന്റെ റസൂല് മദീനയിലെ ഒരു പച്ചപ്പാവമായ ഒരു അൻസാരിയായ കർഷകനെ കുറിച്ച് പറയുകയാണ്, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വഹാബികൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിഥിയായി കൊണ്ടുപോയി. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, 2 ദിവസം അതിഥിയായി താമസിച്ചിട്ട് 3-ാം ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദര, താങ്കളെ കുറിച്ച് കള്ളം പറഞ്ഞിട്ടില്ലാത്ത പ്രവാചകൻ, ലോകത്തൊരാളെയും വഞ്ചിച്ചിട്ടില്ലാത്ത അല്ലാഹുവിന്റെ റസൂല് താങ്കളെ കുറിച്ച് പറഞ്ഞു, ഖദ് യത്തലിഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, താങ്കൾ സ്വർഗവാസിയാണ് എന്ന് താങ്കൾ വരുമ്പോഴൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹത്തോട് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ, താങ്കൾ 3 ദിവസം എന്നെ പരിശോധിച്ചപ്പോഴും നിങ്ങളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ തന്നെയാണ് ഞാനും ചെയ്യുന്നത്, നിങ്ങളുടെയൊക്കെ ജീവിത ശൈലിയാണ് എന്നിലുമുള്ളത്. എന്നിട്ട് ആ സഹാബി, ആ അനുചരൻ, ആ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്കൊരു സ്വഭാവത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? ആ അനുചരൻ പറഞ്ഞത്, രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു വിശ്വാസിയായ ഒരു മുസ്ലിമായ സഹോദരനോടും എൻ്റെ മനസ്സിൽ ഞാൻ പക കൊണ്ട് നടക്കാറില്ല. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പക വയ്ക്കാറില്ല. നമ്മുടെ അയൽവാസിയായ ഒരു സഹോദരൻ കല്യാണം വിളിക്കാൻ വൈകി, അവസാനം വിട്ടുപോയി. ആ സഹോദരൻ പറഞ്ഞു, തിരക്കുകൾക്കിടയിൽ ഞാൻ വിട്ടുപോയതാണ് സഹോദര എന്ന് പറഞ്ഞിട്ടും നാം വിട്ടുകൊടുക്കില്ല. പ്രിയമുള്ളവരെ, ആ മനുഷ്യനെ ഉപദ്രവിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നാം കാത്തിരിക്കും. നാം അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണോ? നാം ചിന്തിച്ചു നോക്കുക. നമ്മുടെ കൂടപ്പിറപ്പാണ്, നമ്മുടെ സഹോദരി, നമ്മുടെ സ്വന്തം സഹോദരിയും സഹോദരങ്ങളുമാണ്. എന്തോ സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ സ്വന്തം സഹോദരിയോട് പകവയ്ക്കുന്ന മനസ്സ് നമുക്കുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ആ അനുചരൻ പോയിട്ട് പറഞ്ഞു, റസൂലെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ പഠിച്ചു. അദ്ദേഹം നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൽ ഒരു പ്രത്യേകതയുണ്ട്, ഒരാളെ കുറിച്ചും പകവയ്ക്കാത്ത മനസ്സിന്റെ ഉടമയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. നിങ്ങളുടെ രൂപലാവണ്യങ്ങളിലേക്കല്ല, നിങ്ങളുടെ സമ്പത്തിലേക്കല്ല, നാട്ടിലെ പ്രതാപങ്ങളിലേക്കല്ല അല്ലാഹു നോക്കുന്നത്.
നിങ്ങളുടെ മനസ്സകങ്ങളിലേക്കാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്കാണ്. ആ ഉള്ളറയിൽ ഒരാളോടും പകയില്ലാതെ, ഒരാളോടും വൈരാഗ്യമില്ലാതെ, ഹൃദയ നിഷ്കളങ്കതയോടുകൂടി ചേർത്തു പിടിക്കാനും വളരെ സൗമ്യതയോടുകൂടി പെരുമാറാനും ആ അനുചരൻ തയ്യാറായപ്പോ, കള്ളം പറയാത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപരിലോകത്തെ അല്ലാഹുവിൻ്റെ റബ്ബിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ തൻ്റെ അനുചരന്മാരോട് ആ മനുഷ്യൻ സ്വർഗവാസിയാണെന്ന് പറയുകയാണ്. ഇവിടെയാണ് പരിശുദ്ധ റമളാനിന്റെ അവസാന ഈ സന്ദർഭങ്ങളിൽ നാം നമ്മോട് ചോദിക്കേണ്ടത്, എൻ്റെ ഹൃദയം വിശാലമായി തുടങ്ങിയിട്ടുണ്ടോ? എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ പകയും നീരസങ്ങളും മാറി തുടങ്ങിയിട്ടുണ്ടോ? പല വ്യക്തികളും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത രോക്ഷമാണ്. അത് മാറി പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും നമ്മുടെ ഹൃദയം ഒരുങ്ങിയിട്ടുണ്ടോ? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിച്ച വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്, ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ധനവും സമ്പാദ്യങ്ങളും സമ്പത്തും സന്താനങ്ങളും ഉപകാരപ്പെടാത്ത ഒരു ദിനം, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ ഒരു മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട്, ഒരു നല്ല മനസ്സിന്റെ ഉടമകളായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വിശ്വാസികൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ഹൃദയവും ആസ്വദിച്ചിട്ടില്ലാത്തതുമായ വേദനകളില്ലാത്ത അനശ്വരമായ അള്ളാഹുവിന്റെ സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ചുട്ടുപൊള്ളുന്ന പകലിലും ഈ അള്ളാഹുവിന്റെ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ ആഗ്രഹം നമുക്ക് സ്വർഗം നേടണം. എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ഒരുമിച്ച് കൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന അതിയായ ആഗ്രഹമാണ് പ്രിയമുള്ളവരെ. ആഗ്രഹത്തോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത് മറ്റുള്ളവർക്ക് മാപ്പ് ചെയ്യാനുള്ള, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സാണ്. നമ്മുടെ മകളെക്കുറിച്ച്, നമ്മുടെ മകനെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി വ്യഭിചാരാരോപണം പറഞ്ഞാൽ, മോശമായ ഒരു ആരോപണം പറഞ്ഞാൽ നാം അത് കേട്ടു നിൽക്കൂ? നമുക്ക് സഹിക്കാൻ കഴിയില്ല. മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഐഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം പലരും പറഞ്ഞു. അക്കൂട്ടത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദിവസവും എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും കൊടുക്കുന്ന ഒരു സാധു മനുഷ്യൻ. മഹാനായ സിദ്ദീഖ് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും കൊടുത്തിട്ടാണ് അദ്ദേഹം ജീവിതം മുൻപോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മുസ്തഹം എന്നാണ്. ഇദ്ദേഹവും സ്വന്തം മകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നിയായ നമ്മുടെ ഉമ്മയായ ഐഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് വ്യഭിചാര ആരോപണം പറയുന്നതിൽ മുൻപന്തിയായിരുന്നു. ഇത് കേട്ട മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിനി മുസ്തഹമിന് എൻ്റെ കയ്യിൽ നിന്നൊരു നയാ പൈസ, എന്നിൽ നിന്നൊരു സഹായവും ഞാനിനി മുസ്തഹമിന് നൽകുകയില്ല എന്ന് മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. വാനലോകത്ത് നിന്ന്, ഉപരിലോകത്ത് നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൻ്റെ 22-ാമത്തെ വചനം അവതരിക്കുകയാണ്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസഅ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൂട്ടത്തിൽ കഴിവും സ്വാധീനവുമുള്ളവർ ഒരിക്കലും നിങ്ങൾ ഒരാൾക്കുമൊന്നും കൊടുക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യരുതേ. അയ്യുഅ്തൂലിൽ ഖുർബാ, അടുത്ത ബന്ധുക്കൾക്കും, വൽ മസാകീൻ, സാധുക്കൾക്കും, വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്കും ഞാനൊന്നും കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്യരുതേ, പ്രതിജ്ഞ ചെയ്യരുതേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൽയഅഫു വൽയസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, നിങ്ങൾ മാപ്പ് കൊടുക്കണം, നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കണം, നിങ്ങൾ വിശാല മനസ്കത കാണിക്കണം. ആരെക്കുറിച്ചാണ്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയതമയെക്കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞ വ്യക്തിക്കും അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് വൽയഅഫു വൽയസ്ഫഹു, അബൂബക്കറേ താങ്കൾ പുറത്തു കൊടുക്കുക, താങ്കൾ മാപ്പ് ചെയ്യുക. എന്താണ് കാരണം? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ?
നിങ്ങളുടെ ജീവിതത്തിൽ ആരാരും അറിയാതെ, ഭാര്യ അറിയാതെ, മക്കളറിയാതെ, നിയമപാലകരറിയാതെ, ഒരു സിസി ക്യാമറകളിലും പതിയാത്ത ഒട്ടനവധി പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു അത് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ പൊറുക്കുകയും നിങ്ങൾ മാപ്പാക്കുകയും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുക. വല്ലാഹു ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനും പരമ കാരുണ്യവനുമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിന്റെ ഈ വചനം നമ്മെ വല്ലാതെ ഹൃദയത്തിലേക്ക് ഉൾക്കിടിലം കൊള്ളിക്കുന്ന വചനമാണ്. എത്ര തന്നെ പാവം പ്രവർത്തിച്ചു പോയ മനുഷ്യരാണെങ്കിലും പരമദയാലുവായ പടപ്പുകൾ പുറത്തിട്ടില്ലെങ്കിലും റബ്ബ് നമുക്കത് പുറത്തു തരും. റബ്ബ് നമ്മെ ചേർത്ത് പിടിക്കും. അള്ളാഹുവിന്റെ റസൂലിനോട് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, നബ്ബി ഇബാദി, പാപങ്ങളിൽ മുങ്ങിത്താന്നു പോയ എന്റെ ദാസന്മാരോട് അങ്ങ് പറയണം പ്രവാചകരെ, നബ്ബി ഇബാദി, എന്റെ അടിമകൾ അങ്ങ് അറിയിക്കണം, അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാനേറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ് എന്ന് നബിയെ, എൻ്റെ ദാസന്മാരെ അങ്ങ് അറിയിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളോട് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവ് വേർപെട്ടു പോകുന്നതിന് മുമ്പ് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അതെ, വസാരിഉ, നിങ്ങൾ ധൃതിയാകണം. ഇസ്ലാമിന്റെ നിലപാട് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ, വേഗതയിലാകാതെ ഓരോ കർമ്മങ്ങളും ശ്രദ്ധയോട് ചെയ്യണം. എന്നാൽ ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ ധൃതിയാകണം. എപ്പോഴാണ് മരണം സംഭവിക്കുന്നത്? എപ്പോഴാണ് നോമ്പ് തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കുഴഞ്ഞു വീണ് അല്ലാഹുവിലേക്ക് മരണപ്പെട്ടു പോകുമോ എന്ന് നമുക്കറിയുകയില്ല. ആ റബ്ബാണ് പറയുന്നത്, നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം, എൻ്റെ അടിമകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഞാനേറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാനിന്റെ പാതിരാവുകളിൽ ലോകം നിശയുടെ നിശബ്ദതയിൽ ഉറക്കത്തിൽ ആണ്ടുപോകുമ്പോഴും ഉറക്കത്തിൽ നിന്ന് നാം എഴുന്നേറ്റുകൊണ്ട് മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും അസ്വസ്ഥമാകുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളാണ്. പ്രിയമുള്ളവരെ, തെറ്റുകുറ്റങ്ങളാണ്. ആ തെറ്റുകുറ്റങ്ങൾ റബ്ബിന്റെ മുന്നിലേക്ക് നിരത്തിക്കൊണ്ട് ഓരോ റമദാനിന്റെ രാത്രിയിലും പാതിരാവിന്റെ രാവുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കും, ആരുണ്ടെന്നോട് പൊറുക്കലിനെ തേടാൻ? ഞാൻ പുറത്തു തരാം. ആ സമയത്ത് നാം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ, വിരിപ്പുകളിൽ നിന്ന് ക്ഷീണവും തളർച്ചയും മാറ്റിക്കൊണ്ട് റബ്ബിലേക്ക് എഴുന്നേറ്റ് വരുന്ന വിശ്വാസിനികളിൽ അല്ലാഹു നാം ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വിലപ്പെട്ട ദിനങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ഹൃദയവിശാലതയും മറ്റുള്ളവരോട് കാരുണ്യതയും പരുഷതയുമില്ലാതെ, പകയില്ലാതെ, വിശാല മനസ്കരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.